നല്ല മീനാണ്. മീനെ പടക്കണ മീനെ അടിപൊളി മീനെ അടിപൊളി. ഈ ജീവിതമാർഗം ഇതിനകത്തേക്ക് വരുന്നത് ഒരു 15ാമത്തെ വയസ്സിലാണ് സൈക്കിളായിട്ട് ഈ ഒരു പരിപാടി ഞാൻ തുടങ്ങുന്നത്. എൻ്റെ വാപ്പാണ് ആദ്യമായിട്ട് എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നത്. നീങ്ങത്തോളം ചെയ്യണമെന്നൊരു ആഗ്രഹം 15ാമത്തെ വയസ്സിൽ വാപ്പ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നു. അതിനകത്ത് തുടങ്ങിയതാണ്, ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. എന്റെ പൊന്നോ എന്ത് രസമുള്ള മീനാന്ന് പറയാം. കാരണം പല ടൈപ്പുള്ള മീനുണ്ട് ഇവിടെ. വേറെ എന്താണെന്ന് വെച്ചാൽ കൊഞ്ചുണ്ട്, അതുപോലെ തന്നെ കേരയുണ്ട്, ചൂരയുണ്ട്, പിന്നെ അതുപോലെ സ്രാവുണ്ട്, പിന്നെ എന്താ പറയാ ഓലക്കൊടിയനുണ്ട്, കേരയുണ്ട്, ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ ചെമ്പല്ലിയുണ്ട്, അയിലയുണ്ട്, ചാളയുണ്ട്. അടിപൊളി അടിപൊളി. ഇവിടെ വന്ന് ഏത് ടൈപ്പ് മീനും കിട്ടാം, ഫ്രഷ് ആയിട്ട് കഴിക്കാം. മീനെ മീനെ പിടക്കണ മീനെ ചായിക്ക എന്നാ ചായിക്കാക്കല്ല മീൻ മേടിക്കാൻ വന്നാണോ? ആ മീനെടുത്തേ. അസിക്ക മീനല്ലേ? എന്നാ ചായിക്ക എന്നാ ചായിക്ക വിശേഷം? അൽഹംദുലില്ലാ. ചായിക്ക ആ കടയുടെ പേര് മറക്കരുത്, അഷ്റഫിന്റെ മീൻ കട കേട്ടോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലുള്ള അഷറഫിക്കയുടെ മീൻകടയിലാണ് വന്നേക്കുന്നത്. നമ്മുടെ അഭിലാഷേട്ടൻ്റെ മാഹിഞ്ചേട്ടനൊക്കെ നാട്ടിലെ കടയും കടയാണ്. അത്യാവശ്യം 10-40 വർഷമായിട്ട് ഈ മീൻകട ഇവിടെയുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവിടെ നിന്നാണോ വാങ്ങുന്നത് സ്ഥിരം? കാരണം ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വേണം അല്ലേ? ഞാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. കാരണം സമയം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് മീൻ വാങ്ങുന്നത്. ബ്രോ എത്ര വർഷം ഇവിടെ? 10 വർഷമായി. അതല്ലേ, അടിപൊളിയാണ് ഇവിടെ. കുഴപ്പമില്ല. അതല്ലേ, ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഫുൾ ടൈം ഇവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂവാറ്റുള്ള മിക്ക ഹോട്ടലുകളിൽ മീൻ ഇവിടെ നിന്നാണ്. കാരണം നല്ല വൃത്തിയും അതുപോലെ തന്നെ വിശ്വസിക്കാവുന്ന മീനുകളാണ് ഇവിടുന്ന് പോകുന്നത് അല്ലേക്കാ? അതുപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ടല്ലേ? ഹോം ഡെലിവറി ഉണ്ട്, കോതലം വരെ ഉണ്ടല്ലേ? അത് ശരി. എത്ര കിലോമീറ്റർ? അപ്പോൾ പോകാൻ 12 കിലോമീറ്റർ വരെ ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും പോകേണ്ട സ്ഥലം പോകും. അതായത് നമ്മൾ നേരെങ്കിലും ഇപ്പുറം വരെ കൊണ്ട് കൊടുക്കും. അതിപ്പോൾ വലിയ ബൾക്കായിട്ടുള്ള കേസൊക്കെയാണ് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിടിക്കുള്ളൂ. അല്ല, ഈ ഹോട്ടലിന്റെ കേസ് പറഞ്ഞില്ലേ ഒരു കാര്യമുണ്ട്. ഹോട്ടലിന്റെ കാര്യം പറഞ്ഞില്ല, നമ്മുടെ ഈ മൂവാറ്റുപുഴ അല്ലാണ്ട് ദൂരേക്ക് പോകുന്നുണ്ട്, ഹോട്ടലിലേക്ക് കോലത്തേക്ക് പോകുന്നുണ്ടല്ലേ? ആ ശരി. മൂവാറ്റുപുഴയിലെ ധന്യ ഹോട്ടലില് ഫേമസ് ഹോട്ടലാണ് ധന്യ ഹോട്ടലില് 8 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് മീൻ കൊടുക്കുന്ന ആളാണ് ധന്യ ഹോട്ടലില്. നല്ല ഫുഡാണ് ധന്യ ഹോട്ടലിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അല്ലെ വിദേശികള്, അതുപോലെ ടൂറിസ്റ്റുകാർ എല്ലാം വന്ന് ഫുഡ് കഴിച്ചിട്ട് പോണേ. അവിടെ വരെ നമ്മുടെ അസർക്കാട് മീൻ കടയിലെ മീനാണ് പോകുന്നത്. എന്നാലും ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ അതിലുപരി ഹോട്ടലിലേക്ക് പോകുന്ന മീനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. ഇക്കായിട്ട് സൗഹൃദമുണ്ട് കുറച്ച് നടന്മാരൊക്കെ ആയിട്ട്. അവർക്കൊക്കെ മീൻ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. നമ്മൾ അക്ഷരപ്പിക്കണ കടയിലാണ് വന്നേക്കുന്നത്. മീനിനെ പറ്റി ആളുകൾ പറയുന്നത് വെച്ചാൽ മീനിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് മായം ചേർക്കുന്നു, മനുഷ്യന് ഹെൽത്തിന് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇക്കൊക്കെ എന്നാ പറയുന്നത്? ഇത്രയും വർഷത്തെ 40 കൊല്ലമായിട്ട് ഒരു മായം ചേർത്ത മീൻ ഞാൻ കണ്ടിട്ടില്ല നിലവില്. കാരണം ഇവിടെ വന്ന എല്ലാ മീനും എന്റെ വീട്ടിൽ കൂടി ഞാൻ കഴിക്കാറുണ്ട്. എന്റെ സുഹൃത്ത് നാട്ടുകാർ കൊടുക്കാറുണ്ട്. ഇന്നും ഒരു കുഴപ്പവും അല്ലെന്നില്ല, ആർക്കും സംഭവിച്ചിട്ടില്ല. മായം എന്നൊരു സംഗതി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല സംഭവം. പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരും, അവർ പല സമയത്ത് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും മായം അവർ വിളിപ്പിക്കൂല. നമ്മള് ഇവിടുന്ന് 2-3 പ്രാവശ്യം ഇവിടുന്ന് സാധനം സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ നിലയ്ക്കൊന്ന് പോകണം. പിന്നെ ഐസ് എപ്പോഴും ഫുള്ളായിട്ട് പ്രോബ്ലം ഇല്ല. അതായത് 1 കിലോ മീനിന് 2 കിലോ ഐസാണ് അവരുടെ കണക്ക്. 1 കിലോ മീനിന് 2 കിലോ. ഇത് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വെളി സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ നമ്മൾ മീൻ കൊണ്ടുവരാറില്ല. നമ്മൾ അവിടെ കൊണ്ടുവന്ന മുൻപം വൈപ്പിൻ, ചമ്പക്കല, നമ്മൾ തന്നെ നേരിട്ട് പോയി എടുത്തോണ്ട് വരുവാണല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ നേരിട്ട് പോകും. എല്ലാവരും ചിലപ്പോൾ ഓടിയെത്താൻ പറ്റാതെ ഈ ഓടിയെത്താൻ വിളിച്ചു പറയും. അപ്പൊ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ABJ എന്നൊരു നല്ലൊരു കമ്പനിയാണ് ഇവിടെ ഉള്ളത്. എവിടെ മണമ്പത്തുള്ളത് ABJ. അതിന്റെ ഒരാളുടെ പേര് ജലീൽ എന്നാണ്. അയാളായിട്ട് ഒരു 10-15 വർഷത്തെ പരിചരിക്കുന്നുണ്ട്. ഈ കട ഉണ്ടായപ്പോൾ ഒരു ഒറ്റ ദിവസം പോലും മുടങ്ങാതെ അയാൾക്കുടെ മീൻ എന്നും വന്നതേ കാണുന്ന ആ ഇരിക്കുന്ന ബോക്സ് അവരുടെ മീൻ, ആവൂര്, ചെമ്മീൻ, വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ കംപ്ലീറ്റ് മണമ്പത്തുന്നതാണ്. ഏറ്റവും നല്ല മീനാണ് അവർ സപ്ലൈ ചെയ്യണത്. വായന നമ്മുടെ കടയിൽ വന്ന് കയറിയിട്ട് നല്ലൊരു പാട്ടൊക്കെ ചേട്ടൻ്റെ പാട്ടൊക്കെ പാടി
ജനങ്ങളിലേക്ക് ഒന്ന് എത്തിച്ച് മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മീൻകടയല്ലേ, ആ മീൻകടയെ കുറിച്ച് 2 പാട്ട് പാടാം. മീനിനെ പറ്റി ഒരു പാട്ടാണ് പരലിപ്പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണയ്യ. അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണയ്യ. നമസ്കാരമുണ്ട്. നമസ്കാരം. അഫ്സലഖാൻ നമ്മുടെ ചങ്കാണ്. എനിക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ഒരു നല്ലൊരു പാട്ടുകാരനാണ് അഫ്സലഖാൻ. നമ്മുടെ ഇക്കാടെ ഷോപ്പിനെ കുറിച്ചൊരു ചെറിയൊരു വ്ളോഗ്. ഇവിടെ നല്ല മീൻ വേണേ. തീർച്ചയായിട്ടും അതെ അതെ, അതറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഈ സ്ഥലത്തിന്റെ ഓണറാണ്. അതുപോലെ തന്നെ ഒരു ഓണറിനുള്ള എല്ലാ അല്ലെ മര്യാദകളോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. നല്ല സ്നേഹത്തോടു കൂടി ഒക്കെ പറഞ്ഞല്ല ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, കുടുംബപരമായിട്ട്. എന്നാലും ഇവിടെ കുറെ ബിൽഡിംഗ് ഒക്കെ ഇക്കാടെ തന്നെ അല്ലേ. പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്, 2 വരി പാട്ടൊന്ന് മൂടും. 2 വരി മതി. പാട്ട് പാടാ. 2 വരി പാടിക്കോ. പാടി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. അടിപൊളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് പ്രോഗ്രാം സ്ഥലത്ത് വെച്ച്. പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. സീസൺ ആയി വരുന്നു അല്ലേ. കൊറോണ പിന്നെ അതുപോലെ വയനാട് ദുരന്തമൊക്കെ വന്ന് കലാകാരന്മാരുടെ അവസ്ഥയിലേക്കാ ഇനി രസമായിട്ട് പോണോ? ഓക്കെ. അപ്പൊ നമ്മുടെ അൽഹംദുലില്ലാ അപ്പൊ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അതുപോലെ തന്നെ ഈ തലക്കെട്ടിന്റെ രഹസ്യം കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞില്ല ഞാൻ വന്നപ്പോ തന്നെ. ഈ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മീൻകത്തും തുടങ്ങുന്ന സമയത്ത് അന്ന് ഒരു ഇപ്പികളുടെ ഒരു റൂട്ടായിരുന്നു. 15 വയസ്സ് എനിക്ക് ഇവിടം വരെ ഇഷ്ടം പോലെ മുടി ഉണ്ടാവും. അപ്പം മുടി കടയിലേക്ക് ചാടായി ഇരിക്കാൻ വേണ്ടി ചുമ്മാ ഇവിടുത്തെ തലയിൽ ഇങ്ങനെ കെട്ടി, അങ്ങനെ കെട്ടി അതിപ്പോഴും ആ തലക്കെട്ട് നിലനിന്നു പോകും. ഏത് ഫംഗ്ഷനിൽ ചെന്നാലും എത്ര വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ചെന്നാലും ഈ തലക്കെട്ടുണ്ടാവും. എന്നോട് പല ഉദ്യോഗസ്ഥന്മാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അക്ഷരം എപ്പോഴേ തലക്കെട്ട് അഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനുള്ള മറുപടി ചോദിച്ചിട്ട് തമാശയിൽ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലെ തലക്കെട്ടിനെ പറ്റി പറയാറുണ്ട്. പല ഡോക്ടർമാരും തലക്കെട്ട് ഇല്ലെങ്കിൽ ഇതന്നെ അയ്യോ ശരിയല്ലോ തലക്കെട്ടില്ലാത്ത അങ്ങനെ പോണ ആളുകളുണ്ട്. അതായത് വന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതൽ എന്താ തലക്കെട്ടിനെ ഇതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന വ്യക്തിക്കാർ ചോദിക്കും തലക്കെട്ട് എന്തോന്ന് ചോദിക്കുന്നു. എന്റെ പേരല്ല ചോദിക്കുന്നത്, തലക്കെട്ട് അപ്പൊ ആ തലക്കെട്ട് കൊണ്ട് അപ്പൊ ഞാൻ എനിക്ക് സുഖമായിട്ട് തോന്നി. ആൾക്കാർ തലക്കെട്ട് എവിടെ ഒന്ന് നോക്കിയാലും എന്നെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് മൂവാറ്റുകാർക്ക് ഒരു അഭിമാനമാണ് അഷ്റഫ്. ആണോ? പിന്നല്ലേ ഞാനൊക്കെ എപ്പോഴും വരുന്ന ആളല്ലേ. നിങ്ങളൊക്കെ വന്ന് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുള്ളൂ. എനിക്ക് നാട്ടുകാരും വീട്ടുകാരും അതേപോലെ തന്നെ നമ്മളെ ഈ അടുത്ത ജില്ലകളിലുള്ള ആളുകൾ പോലും എൻ്റെ അടുത്ത് വന്ന് സഹായിച്ച് ഇതാക്കിയത്. പിന്നെ ഒരു കാറ്ററിംഗ് ആണുണ്ട്, നല്ല ചാൻഡീസ് കാറ്ററിംഗ് ആണ്. ആ കാറ്ററിംഗിന്റെ പേര് ചാൻഡീസ് കാറ്ററിംഗ്. അത് എന്നെ ഒരുപാട് സഹായിച്ചുള്ള ഒരു കാറ്ററിംഗ് ആണ്. കാരണം അവർക്ക് 10 കൊല്ലമായിട്ട് ഞാൻ മീൻ സപ്ലൈ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഇക്കാടെ പഴയ കാലത്ത് പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഓരോരുത്തരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഓരോ സ്ഥലത്ത്. ഇപ്പൊ എന്താ പടച്ചോ നമുക്ക് അവരിൽ നിന്നായിരിക്കും ഒരാളിൽ നിന്നായിരിക്കും മറ്റൊരാൾക്ക് ഒരു മാറ്റം വരുത്തുന്നത് അല്ലേ. നമ്മളെല്ലാരും വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ. അത്രേ ഉള്ളൂ. അതേമാതിരി ഇത്തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തായി ഞാനും ഒരു ബാങ്കിൽ പോകാൻ വേണ്ടി വന്നപ്പോഴാണ് നിങ്ങളിവിടെ നിൽക്കണ കണ്ടത്. അപ്പൊ നമ്മുടെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇക്കാനെയാണ് ഇവിടെ കാണുന്നത്. സ്ഥിരം ഇക്ക ഇല്ലെങ്കിലും ഈ കട പൊന്നു പോലെ നോക്കുന്ന നമ്മുടെ ഇക്ക. അപ്പൊ ഇക്കയെ കുറിച്ചൊന്ന് പറയാമോ? ഇത് ഞങ്ങൾ ഒരു 30 കൊല്ലത്തെ ബന്ധം മീൻ കച്ചവടമായിട്ടുണ്ട്. മീൻകടയുടെ 30 കൊല്ലത്തെ ബന്ധമുണ്ടല്ലേ ഞങ്ങൾ തമ്മിലുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ ഒന്നാ. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഒരാൾ മാറ്റി നിർത്തിയില്ല. പിന്നെ പുള്ളി ഉള്ളതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി പല ദിവസം ഇങ്ങനെ പല വഴിക്കും ഞാൻ പോകും. പുള്ളി ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ കടയിൽ ഉത്തരവാദിത്തം കാണിക്കാറ്. ലീവ് എടുക്കാണ്ട് നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ.
സിനിമ റിലീസ് ദിവസം വൈകിട്ട് കാണാം. സെക്കൻഡ് ഷോയ്ക്കാലും പുള്ളി ഇവിടെ നേരിട്ട് എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന പടം കാണാറുണ്ട്. കാണാറുണ്ട്. അത് രജനീകാന്ത് സാറിന്റെ പടമാണെങ്കിൽ ഒരു പ്രത്യേക ആരാധന. ഉണ്ട്. ഇക്കടെ പേരെന്ന് പറഞ്ഞേ? ബഷീർ. ബഷീർ. എവിടെ താമസിക്കണേ? പെരുമറ്റം. അപ്പൊ ഇവിടെ എത്ര വർഷമായി പറഞ്ഞു? ഇവിടെ 10-15 കൊല്ലായി പോലെ. അപ്പൊ നമ്മുടെ ഇക്കായിട്ട് ഇങ്ങനെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകണം, പോകണം. സന്തോഷമായിട്ട് പോവല്ലേ? പോവാം. എന്തായാലും ഇതൊരു എന്താ പറയാ ഒരു ദൈവാനുഗ്രഹമായിരിക്കും സൗഹൃദമൊക്കെ അല്ലേ? എന്തായാലും നല്ല നല്ല മീനുകൾ കൊടുക്കുന്നു, അതിലൊരു തൃപ്തി അല്ലേ? ഓർഡർ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. എനിക്കാ പിന്നെ ഈ നിൽക്കുന്ന പയ്യൻ ആ ആ ആ പയ്യൻ ആ ആ മീൻ വാങ്ങുന്ന പയ്യൻ 15 കൊല്ലായി അല്ലേ? അവൻ 15 കൊല്ലം, മറ്റവൻ 12 കൊല്ലം, 15 കൊല്ലം, 13 കൊല്ലമൊക്കെ ആയ പിള്ളേരാണ് നിൽക്കുന്നത്. ഈ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഇല്ലെങ്കിലും ഈ കട അവരുടെ കട പോലെ നടത്തിക്കൊണ്ടുപോണ പിള്ളേരാണ്. ഓ ശരി ശരി ഇതല്ലേ. ബൈ, നമസ്കാരം. നമസ്കാരം. ഇവിടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നല്ലേ എല്ലാരും? അതെ കൂട്ടത്തില്. അതെ, മൂന്നാളും ആത്മാർത്ഥമുള്ള പണിക്കാരാണ് നിൽക്കുന്നത്. എന്തായാലും പിന്നെ രാവിലെ എത്ര മണിക്കാ തുടങ്ങണത് ഇവിടെ? രാവിലെ 5 മണിക്കൂർ. 5 മണിക്ക് തുടങ്ങണം. ഓ ശരി ശരി. ഒരു 9 മണി വരെയല്ലേ? 9 മണി രാത്രി 9 മണി. 9 ഉണ്ടാവും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകണല്ലേ ഈ സൗഹൃദം? നമ്മുടെ മമ്മൂക്കായ ലാലേട്ടനും പോലെ ഇങ്ങനെ മുന്നോട്ട് പോകണല്ലേ? എന്തായാലും സന്തോഷം കേട്ടോ. സന്തോഷം. ആ പൈസ കാണിച്ചു. ഇതാണ് തരകൻ അഷ്റഫ് കേട്ടോ. തരകൻ അഷ്റഫ് കേട്ടോ. ജീവിക്കാൻ വേണ്ടി സ്ഥലത്തേ ഉള്ളൂ. 40 ദിവസമായിട്ട് ഇവിടെ തന്നെയാണോ? നമ്മുടെ കീച്ചേരിപ്പടിയിലാണോ മൂവാറ്റുപുഴ? 30 വർഷമായിട്ട് കീച്ചേരിപ്പടി പരിസര പ്രദേശത്ത് ഒരു സ്റ്റാളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മീനൊക്കെ എങ്ങനെ ഇവിടെ ആളുകൾ എത്തിച്ചേരുവാണോ? അതെയോ മീൻ ഞാൻ പോയി ചില സ്ഥലങ്ങളിൽ ഞാൻ പോയി എടുക്കും. പിന്നെ കുറേയൊക്കെ നമുക്ക് അവിടുന്ന് വിളിച്ചു പറയുന്ന പുള്ളിയിൽ തന്നെ ആളുകളുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ ഞാൻ കടയിൽ കയറ്റി ഇടാറുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞ ഒരു മീൻ ഞാൻ വിൽക്കാറില്ല. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ ഞാൻ വിൽക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ആളുകളൊക്കെ വരുന്നത്. അതാണ് ആളുകളൊക്കെ എന്നെ ഈ 10 കൊല്ലമായിട്ടും വിടാതെ തന്നെ ഈ ഒറ്റ സ്റ്റാളിൽ തന്നെ നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. വന്നൂർ പോയി ഇടുക്കി, മൂന്നാർ, അടിമാലി, കോതമംഗലം ഇങ്ങനെയുള്ള എല്ലാ ഈ അടുത്ത പ്രദേശങ്ങളിലും ദൂരപ്രദേശങ്ങളിലും ഇഷ്ടംപോലെ മീൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ ഐസിട്ട് ഐറഞ്ചിലേക്കൊക്കെ പോകണമെങ്കിൽ ഐസിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അവരടുത്ത് കൊണ്ടുവരുമ്പോൾ നല്ല മീൻ ആണെന്നുള്ള പല അഭിപ്രായമുണ്ട്. എല്ലാം പല റിസോർട്ടുകൾക്കും മീൻ കൊണ്ടുപോകാറുണ്ട്. മൂന്നാറുള്ള ഒരു പാറ്റിന്റെ പുറത്ത് തുടങ്ങിയതാണോ ഈ കട? അതെയോ? അല്ല ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് മീൻ കിട്ടുന്നത്. അതല്ലേ? അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്തത് ചുമ്മാ സാധാ സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്തല്ലേ? അപ്പോൾ സൈക്കിളിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു മീൻ കച്ചവടം തുടങ്ങുന്നത്. സൈക്കിള് ഒരു 10-15 കൊല്ലം അങ്ങനെ പോയി. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെയായി കടയിൽ കിട്ടു. ജീവിതമാർഗം ഇതിനകത്തേക്ക് വരുന്നത് ഒരു 17ാമത്തെ വയസ്സിലാണ് സൈക്കിളായിട്ട് ഈ ഒരു പരിപാടി ഞാൻ തുടങ്ങുന്നത്. എൻ്റെ വാപ്പായാണ് ആദ്യമായിട്ട് എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നത്. മീൻകച്ചവടം ചെയ്യണമെന്നൊരു ആഗ്രഹം 17ാമത്തെ വയസ്സിൽ വാപ്പ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നു. അതിനകത്ത് തുടങ്ങിയതാണ്, ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സ്റ്റാളായി ഇങ്ങനെ 5-8 പണിക്കാരുണ്ട്. ഇവരെയൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അഭിലാഷേട്ടാ, നമ്മുടെ കലാഫീൽഡിലൊക്കെ നല്ല സപ്പോർട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രോഗ്രാം TV-യിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ട അഭിപ്രായം പറയുന്ന ഒരാളാണ് നിൽക്കുക. ഒരു ദിവസം പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്കക്കാരനും കൂടിയാണ്. ഞാൻ ആ 1 കോടിയിലൊക്കെ വന്നപ്പോൾ അത് കണ്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത് കാണുന്നത്. 1 കോടിയുടെ രണ്ടാമത് വീണ്ടും കാണിച്ചായിരുന്നു. അപ്പം അങ്ങനെ കണ്ടിട്ട് ആ സമയത്ത് ഇങ്ങനെ TV വെച്ചപ്പോൾ പെട്ടെന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്നെ അറിയിച്ച് വിളിച്ചു, അഭിലാഷം നന്നായെന്ന് പറഞ്ഞു. പിന്നെ അവരെ പ്രോഗ്രാംസൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് മാങ്ങിനെ സപ്പോർട്ട് തരാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കൂട്ടുന്നു. പിന്നെ നമ്മുടെ ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ എപ്പോഴും ഉണ്ട്, എന്ത് കാര്യത്തിനും ഉണ്ട്. അതാണ് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് അല്ലേ മോനെ? കാരണം വെച്ചാൽ നമ്മളൊരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ചില സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നു. ജാഫർക്കാടെ കൂടെ തന്നെ ഒരു നല്ല വേഷം ചെയ്യുന്ന സിനിമ ഇപ്പോൾ റിലീസാകാൻ പോവാണ്. അതെല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവാനുഗ്രഹം ഇല്ലേക്കാ. എന്തായാലും നമ്മുടെ മിമിക്രിയൊക്കെ ഇഷ്ടമാണോ? വളരെ ഇഷ്ടപ്പെട്ട. ഈയിടെ നമ്മുടെ മാമുക്കോയൊക്കെ അല്ലേ, അദ്ദേഹത്തിന്റെ മകനായിട്ട് സൗഹൃദമാകാൻ പറ്റി. അപ്പൊ മാമുക്കോയക്കയുടെ മകനായിട്ട് നല്ല സൗഹൃദമാകാൻ പറ്റി. അപ്പൊ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് എന്താ സംഭവിച്ചത്, മാമുക്കോയക്കനെ അനുകരിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് മണിച്ചേട്ടനെ പറ്റി പറയുമ്പോ ശരിക്കും നമ്മളും കരഞ്ഞു. അഭിലാഷിന്റെ അഭിനയം കണ്ട് കരഞ്ഞു പോയ ഒരാളാണ് ഞാൻ. സന്തോഷമൊക്കെ. അങ്ങനെ ചാലക്കുടിക്കാരൻ നിങ്ങൾ അതിലെത്താൻ പറ്റി. അപ്പൊ മാമുക്കോയക്കനെ ഒരു ചെറിയൊരു സംഭവം, മാമുക്കോയക്കയുടെ ഒരു വോയിസിൽ ഈ കടയ്ക്ക് ഒരു ആശംസ പഠിച്ചോനെ.
അസരഫിലെ മീൻകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീച്ചേരിപ്പള്ളി ഒന്ന് ആരോട് ചോദിച്ചായി കീച്ചേരിപ്പള്ളി മൊത്തമല്ല കേരളത്തിൽ എവിടെ ചെന്നാലും അസരഫിന്റെ മീൻകളാന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. നമ്മുടെ സാഗർ ഷിയാസും നമ്മുടെ അബിക്കുട്ടനൊക്കെ ഇവിടെ ഒന്ന് മീൻ വാങ്ങിയിട്ടുണ്ട്. അതൊരു കാലായിരുന്നു അല്ലേ? അല്ലേ സത്യല്ലേ? ഷിയാസ് മരിക്കുന്നതിന്റെ 2 മാസം മുമ്പ് വരെ നമ്മുടെ കസ്റ്റമറാവും. അബീക്കയുടെ വീട് നമുക്ക് പറയാനുണ്ടല്ലോ, ഞങ്ങൾ മൂവാറ്റക്കാർക്ക് അഭിമാനമാണ്. ഇങ്ങോട്ട് അഭിമാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ അബീക്ക സാഗർ ഷിയാസ്. കാരണം എന്താ വെച്ചാൽ അവര് രണ്ടുപേരും മിമിക്രിയിലെ ഒരു അബിക്കാണ് മിമിക്രി ഫീൽഡിൽ നാദക്കായിട്ട് ദിലീപേണ്ണൊക്കെ ഒരുമിച്ചുണ്ട്. അവരുള്ളപ്പോ ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചൊക്കെയാണ് പല പരിപാടിയും നടന്നത്. അപ്പൊ നമ്മളെ പാട്ടുപാടി അഫ്സലിക്കൊക്കെ ഉണ്ടായിരുന്നു ഷിയാസ്കയുടെ പ്രോഗ്രാമിന്. അതൊക്കെ ഒരു ഓർമ്മ പറഞ്ഞ പോലെ ഏതാ ബഷീർക്ക ആസിഫ് അലി ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാറ്. പിന്നൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ ചങ്കുണ്ട് സ്പടികൻ ജോർജ് ചേട്ടൻ. നമ്മുടെ സുഹൃത്ത് വേണ്ട എന്നാലും നല്ല മനുഷ്യനാണ്. കാരണം സിനിമ കാണുന്ന വില്ലനല്ലാട്ടോ, നേരിട്ട് പാവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പൊ അല്ലേ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പേപ്പട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തായിരുന്നു. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാമുക്ക് പോയി പറഞ്ഞ പോലെ ഈ അഷറഫിന്റെ മീൻകടയൊക്കെ വന്ന് നല്ല മീൻ വാങ്ങിക്കൊണ്ട് പോകും. നല്ല മീൻകറി കൂട്ടണമെങ്കിൽ അഷറഫിന് മീൻകട.